ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് VNV കപ്പിൾസ്. സോ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ ഒരു ദൈവത്തിൻ്റേതായിട്ട് തുടങ്ങട്ടെ പറഞ്ഞ് ഇന്നൊരു ഗുരുവായൂർ വ്ളോഗാണ് ഞങ്ങൾ ഇടാൻ പോണേ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളിവിടെ നിന്ന് പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്കാണ് പോണേ. അപ്പോൾ പാലക്കാട് നിന്ന് ഞങ്ങളൊരു വൈകിട്ട് 5:30 ഇറങ്ങി. ഫാമിലി എല്ലാവരുമായിട്ട് പോണേ. ഇറങ്ങിയിട്ട് പോകുമ്പോൾ ഒന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുതിരാൻ വഴി പോകുമ്പോൾ നമുക്ക് എത്ര തവണ പോയാലും അതിലൊരു പോകുമ്പോൾ ഫസ്റ്റ് ടൈം പോകുന്ന എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തതായിരുന്നു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിരുന്നു. പക്ഷേ ഈ കുതിരാനിൽ പോകുമ്പോൾ കുതിരാൻ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്തുള്ളൊരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ കയറുന്നതിനേക്കാളും ഇറങ്ങുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആയിരുന്നു എനിക്ക് പേഴ്സണലി എനിക്കൊരു എക്സ്പീരിയൻസ് ആയത്. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. കാരണം ഒരു നല്ലൊരു ഗ്രീനറി ആയിട്ട് നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ ഗുരുവായൂർ പോകുന്നതുകൊണ്ട് ആ ഒരു വൈബ് പിടിച്ചതേ ഉള്ളൂ. നിങ്ങളും കണ്ടോക്ക് അതിങ്ങനെ സൂപ്പറാണോ എന്നൊക്കെ നിങ്ങളും പറയണം. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ ഈവനിങ് ആയ ഒടുക്കത്തെ ട്രാഫിക്കാണ് കേട്ടോ. അവിടെ മഴയും ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ 1/2 hour ട്രാഫിക്കിൽ തന്നെ പെട്ട് സ്റ്റക്കായി പോയായിരുന്നു. ശോഭ സിറ്റി റോഡൊക്കെ നല്ല ട്രാഫിക്കായിരുന്നു ഒരു ഈവനിങ് ആകുമ്പോൾ. അത് എന്താ അറിയില്ല, എപ്പോഴുള്ളതാണോ അന്ന് മാത്രമുള്ളതായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ട്രാഫിക്കായിരുന്നു. പിന്നെ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഗൈസ്, തൃശ്ശൂരിൽ നിന്ന് ഒരു ഗുരുവായൂർ പോണ റൂട്ടിൽ നിറയെ വീടുണ്ടാവും. കുറേ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ഭംഗിയായിരിക്കും അറിയോ ഗൈസ് ആ വീടൊക്കെ ആണെങ്കിൽ. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. അവിടെ പോയിക്കാൻ നമുക്ക് വീട് കെട്ടണം നിറയെ ഐഡിയാസ് കിട്ടും. സോ അങ്ങനെ നോക്കിയിട്ട് പോവായിരുന്നു. കുറേ ഡിഫറെൻ്റ് ടൈപ്സ് ഞാൻ കണ്ടായിരുന്നു, കുറേ പേര് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ക്ലിപ്സ് ക്യാപ്ചർ ചെയ്തതാണ്. അങ്ങനെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ ഒരു ഹോട്ടലെത്തി. അവിടെ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ടൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു കയറി. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പിന്നെയും യാത്ര ചെയ്യാൻ സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ എത്താറായി. ഏകദേശം ഒരു 8 മണിയായി ഗുരുവായൂർ എത്തുമ്പോൾ. ഞങ്ങൾ റൂമെത്തി, ചെക്ക് ഇൻ ചെയ്തു, ഞങ്ങൾ പോയി. പിന്നെ രാത്രി ഞങ്ങൾ ഗുരുവായൂർ പോയായിരുന്നു ഗൈസ്. അപ്പം അതിൻ്റെ ഒരു ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടോന്ന് കണ്ടു നോക്കൂ കേട്ടോ. മഴ പൊഴിയുമഴകിലൊരു മൈലിനരസലാസ്യം, ഹരിതപനിയിലൊരു ഹരിത യുവതിയുടെ പ്രണയഭരിത ഭാവം, സ്വരകളിലൂടെ ശ്രുതിലയ സുഖമോടെ ഗന്ധർവ സംഗീതം മംഗളരാഗമുതിർന്നുണരുന്നു. രാധേ നിൻ ശ്രീപാദം ചന്ദനമാകുന്നു. മനസ്സിൽ മിഥുന മഴ പൊഴിയുമഴകിലൊരു മൈലിനരസലാസ്യം, ഹരിതപനിയിലൊരു ഹരിണ യുവതിയുടെ പ്രണയഭരിത ഭാവം. അങ്ങനെ ഞങ്ങളുടെ ഗുരുവായൂർ ദർശനമൊക്കെ കഴിഞ്ഞു ഗൈസ്. നന്നായിട്ട് കൃഷ്ണനൊക്കെ കാണാൻ പറ്റിയായിരുന്നു. ശിവയിലൊക്കെ കണ്ടായിരുന്നു ഞങ്ങൾ നൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് പാലക്കാടേക്ക് പോവാണ്. സോ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ ഇതിന് അടിപൊളിയായിട്ട് വരാം. സോ താങ്ക് യു.